ട്രക്കിങ്ങിന് മുൻപായി ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വോളണ്ടിയേഴ്സിന് ചെയ്തു തീർക്കാൻ കുറച്ച് തയ്യാറെടുപ്പുകൾ ബാക്കിയുണ്ട്. ആദ്യം തന്നെ പാർട്ടിസിപ്പൻസിന് നാളെ കൊടുക്കാനുള്ള സ്നാക്ക് ബോക്സിൽ ഡ്രൈ ഫ്രൂട്ട്സും കുക്കീസും നിറയ്ക്കണം. ഞങ്ങളിൽ കുറച്ച് പേർ രാത്രി ഉണ്ടാകാൻ പോകുന്ന മീറ്റിയോർ ഷവർ കാണാൻ കാത്തിരുന്നു. എന്നാൽ ജ്യോതിയും വന്നില്ല, ടീം വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. രാവിലെ 6:30 ക്യാമ്പ് സൈറ്റിൽ നിന്ന് ബേസ് ക്യാമ്പായ പെരുമല ചെക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് ഞങ്ങൾ നീങ്ങി. ഇപ്പോൾ നമ്മുടെ കൂടുതലുള്ള ടീം ഒരു 600 ഫീറ്റും കൂടെ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ക്യാമ്പിലെത്തും. നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിലെ പെർമിഷനാണ് നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ഐറ്റനറിയിലുള്ളത്. കാന്തല്ലൂർ ടൗണിൽ നിന്ന് ഇവിടേക്ക് 2 കിലോമീറ്ററും മൂന്നാർ ടൗണിൽ നിന്ന് ഏതാണ്ട് 58 കിലോമീറ്ററുമാണ്. ഇവിടെ നേരിട്ടെത്തി ട്രക്കിംഗ് ഉൾപ്പെടെ നിരവധി ആക്ടിവിറ്റീസ് നേരിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. വെള്ളച്ചാട്ടം വരെയുള്ള ലൈറ്റ് ഫോറസ്റ്റ് ഹൈക്കിന് 300 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ട്രക്കിങ്ങുകളിലൊന്നാണ് മന്നവൻ ചോല. അതിന് കാരണം ഈ കാടിൻ്റെ ചില സവിശേഷതകളാണ്. കാട്ടിൽ കയറിയാൽ വൈകാതെ തന്നെ അതിലോരോന്നായി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. വിജി എന്ന് പറയുന്ന അണ്ണന്റെ കൂട്ടത്തിൽ ഗോഡ്വിൻ ഉണ്ടായിരിക്കണം. ട്രക്കിംഗ് തുടങ്ങുമ്പോൾ തന്നെ വന്യജീവികളുടെ പ്രസൻസ് നമുക്ക് ഈ കാട്ടിൽ അറിയാൻ സാധിക്കും. മലയണ്ണാന്റെയും ഹനുമാൻ ലങ്കൂറിന്റെയും ശബ്ദം കാട്ടിൽ കയറിയാൽ ഉടൻ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും. കാട്ടിലെ മികച്ച കമ്മ്യൂണിക്കേറ്റേഴ്സായ ഇവർ ഞങ്ങളുടെ വരവിനെ കാട് മുഴുവൻ അറിയിച്ചു കഴിഞ്ഞു. ട്രക്കിംഗ് തുടങ്ങി ഏതാണ്ട് 5 മിനിറ്റ് തികയുന്നതിന് മുൻപ് തന്നെ വളരെ ഫ്രഷായി ഏതോ ജീവി മണ്ണിളക്കിയിട്ടിരിക്കുന്നത് കാണാനിടയായി. മുള്ളൻ പന്നിയാണെന്ന നിഗമനം ശരിവെക്കുന്ന രീതിയിൽ അടുത്തുനിന്ന് തന്നെ ഒരു മുള്ളും കിട്ടി. എന്നാൽ ഇന്നലത്തെ ഈവനിങ് സെഷനിൽ പറഞ്ഞതുപോലെ ഗ്രൂപ്പായിട്ടുള്ള കാട്ടിലേക്കുള്ള യാത്രകളിൽ ആനിമൽ സ്പോട്ടിംഗ് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. നമ്മൾ പറഞ്ഞത് നമ്മുടെ തൊട്ട് മുന്നിൽ നമ്മളെ നോക്കി നേരത്തെ സാറ് പറഞ്ഞ ഒരുപാട് കണ്ണുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ 2 കണ്ണുകൾ ഇവിടെ ഓടി രക്ഷപ്പെട്ടതാണ്. കാൽപെരുമാറ്റം കേട്ടുകൊണ്ടാണ് പോയത്. നമ്മൾ കഴിയുന്നത്ര സംസാരിക്കാണ്ട് നടക്കുക. ഇനിയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയുള്ളപ്പോൾ ഫ്രണ്ട് നടക്കുന്ന ഞാനോ അണ്ണനോ ജസ്റ്റ് കൈകൊണ്ട് ഇത് കാണിക്കും. പയ്യെ പുറകിലുള്ള ആളോട് പറയും. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഇതാണ് സംഭവം എന്നുള്ളത്. നമ്മൾ ഏറ്റവും ഒച്ച ഉറയ്ക്കുകയാണെങ്കിൽ അത്രയും കൂടുതൽ കാണത്തെ സ്പോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം മുള്ളുപന്നി പോയിരിക്കുന്നതാണ്. ഒപ്പം ഒരു മലയണ്ണനെ സ്പോട്ട് ചെയ്യാനും സാധിച്ചു. ആദ്യത്തെ ഞങ്ങളുടെ ഹോൾട്ടായ ഈ പോയിന്റിൽ നിന്ന് ഞങ്ങൾക്ക് ട്രക്ക് ചെയ്യാനുള്ള പീക്ക് കാണാൻ സാധിക്കും. മാപ്പ് റീഡിങ്ങിന്റെ ബേസിക്സ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. 245 ഡിഗ്രി സൗത്ത് വെസ്റ്റ് ഡെസ്റ്റിനേഷൻ കണ്ടോ? ഏറ്റവും പീക്ക് പോയിന്റ് കണ്ടോ? ആ പീക്ക് പോയിന്റിന്റെ അങ്ങേ ചെരുവിലാണ് നമ്മൾ എത്തുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവരും നോക്കി വെച്ചോ. ഈ ഹൈറ്റാണ് നമ്മൾ ഗെയിൻ ചെയ്യാൻ പോകുന്നത്. ഒബ്സർവേഷൻ ഡെവലപ്മെന്റ് എന്ന തീമിൽ ഒരു സ്കാവഞ്ചർ ഹണ്ട് ആക്ടിവിറ്റിയിലൂടെയാണ് ഈ ട്രക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാഴ്ചയും മിസ്സാക്കാതെയാണ് ഞങ്ങൾ നടക്കുന്നത്. മൃഗങ്ങളുടെ പക്ക് മാർക്സ്, പൂപ്സ് അങ്ങനെ പലതും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരുപാടുണ്ട് ഇവിടെ കാണാൻ. അതുപോലെ തന്നെ ആദ്യത്തെ 15 മിനിറ്റിലെത്തുന്ന ഈ ഓഫ് റോഡ് റൂട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഓഫ് റോഡുകളിൽ ഒന്നാണ്. ഈ കാടിന്റെ പ്രത്യേകതകളിൽ ഒന്നാമത്തേത് ഇവിടുത്തെ റിച്ച് ബയോഡൈവേഴ്സിറ്റി തന്നെയാണ്. ആനിമൽ പ്രസൻസിന്റെ നിരവധി തെളിവുകൾക്കൊപ്പം തന്നെ ഫ്ലോറ ആൻഡ് ഫോണയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ഫേൺസ്. ഈ ഫോറസ്റ്റിൽ ഏറ്റവും അത്ഭുതകരമായി തോന്നിയൊരു സംഭവമാണ് ഈ ഫേൺസ്. ജുറാസിക് ഇറ പോലുള്ള ഒരു പ്ലാന്റ് ആണിത്. ഫേൺസ് എന്ന് പറയും. ട്രീ ഫാൻ എന്നും പറയും. മലയാളത്തിൽ ഇതിനെ പന്നലെന്ന് പറയും. പക്ഷേ ജുറാസിക് ഇറയിൽ ഉണ്ടായിരുന്ന ഫേൺ ചെടികൾ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. മിനിമം അപ്പോൾ എത്ര വർഷത്തെ പഴക്കം നിങ്ങൾക്ക് ഊഹിക്കാം. ചില അതേ പ്ലാന്റ് ആണെന്നല്ല, ആ ഇനത്തിൽപ്പെട്ട സർവൈവ് ചെയ്ത് വന്നിരിക്കുന്ന ഇപ്പം മറ്റ് ജീവികൾക്കൊരു മറ്റേ പല മാറ്റങ്ങളും വന്നെന്നാണ് പറയുന്നത്. അങ്ങനെ മാറ്റം വരാത്ത പ്ലാന്റുകളിൽ ഒന്നാണ് ഈ ഫേൺസ്. ജുറാസിക് ഇറ മുതൽ വലിയ ഇവല്യൂഷണറി ചേഞ്ചസ് സംഭവിക്കാതെ നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ഫേൺസ് ലോകത്തിലെ തന്നെ അപൂർവ കാടുകളിൽ മാത്രമേ കാണാൻ സാധിക്കൂ. സ്പെഷ്യാലിറ്റി ഓഫ് മണ്ണോഞ്ചോലയാണ് ഈ മോസസ്. സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ എയർ പ്യൂരിറ്റി ഇൻഡിക്കേറ്റേഴ്സാണ് ഈ മോസസ്. വളരെ പ്യൂരിറ്റി ഉള്ള എയർ ഉള്ള ഭാഗത്താണ് ഇങ്ങനത്തെ മോസസ് ഉണ്ടാകുന്നത്. അത് ഈ കാട്ടിൽ ധാരാളം ഉണ്ട്. അതായത് ഇവിടുത്തെ എയറിൻ്റെ ഒരു പ്യൂരിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്ററാണ് ഈ മോസസ്. ഇതിൻ്റെ ഒരു ലാർജ് ഏരിയയിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ചതുരംഗപ്പാറയൊക്കെയാണെങ്കിൽ നമ്മൾ 2 കിലോമീറ്റർ 3 കിലോമീറ്ററൊക്കെ കാട്ടിനുള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ പായലുകൾ ധാരാളമായിട്ട് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ചതുരംഗപ്പാറ ഏറ്റവും കൂടുതലുള്ള ഭാഗത്തുള്ള അത്രയും നമുക്കിവിടെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ കിട്ടുന്നുണ്ട്. അത്രയും ഒരു ശുദ്ധവായു ഉള്ള സ്ഥലമാണ്.
നമ്മൾ എലിവേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഇച്ചിരി കയറും ഇച്ചിരി ഇറങ്ങും, ആ രീതിയിലായിരിക്കും. ഇവിടെയുള്ള വെള്ളച്ചാട്ടത്തിനടുത്തായി ആനമുടിശോല നാഷണൽ പാർക്കിലേക്ക് സ്വാഗതം ചെയ്യുന്ന ബോർഡ് കാണാൻ സാധിക്കും. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ടു ലിസൺ ടു ദ മ്യൂസിക് ഓഫ് ദ വൈൽഡർനെസ്, യുവർ സൈലൻസ് ഈസ് എ മസ്റ്റ്. നമ്മൾ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ ഒരു വാട്ടർഫോളിൽ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് നിങ്ങൾ കണ്ട പോയിന്റിൽ നിന്ന് നമുക്ക് എത്താനുള്ള ഡെസ്റ്റിനേഷൻ കണ്ടിരുന്നു. ഇവിടെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങാൻ പോകുന്നത്. നമ്മൾ ആനമുടിച്ചോല നാഷണൽ പാർക്കിലേക്ക് ഇപ്പോഴാണ് എൻട്രി ചെയ്യാൻ പോകുന്നത്. ബാർക്കിംഗ് ഡിയർ കേഴയുടെ കാൽപ്പാടാണ്. സൗണ്ട് തരുന്നു അല്ലേ? വൈകാതെ തന്നെ നമ്മളെ മറ്റൊരു മനോഹരമായ വെള്ളച്ചാട്ടം കാത്തിരിക്കുന്നുണ്ട്. ഓൺ റെക്കോർഡ് ഈ വെള്ളച്ചാട്ടത്തിന് ഇതുവരെ ഔദ്യോഗികമായൊരു പേരില്ല. റെക്കെ ചെയ്യുന്ന സമയം മുതൽ ഈ വെള്ളച്ചാട്ടത്തിന് പേരിടാനുള്ള അവസരം ഇവിടുത്തെ ഫോറസ്റ്ററും വാച്ചർമാരും ഞങ്ങൾക്ക് നൽകിയിരുന്നു. ஃபுட்டே இதை ஃபேனாக தான் இருந்துச்சு. ட்ரீ ஃபேன் பார்த்தீங்களா? அது சரி, இதெல்லாம் கணக்கு கூட்டி அப்படியே பேர வச்சு வேறு. ഇത് ഉണങ്ങാത്തതുകൊണ്ട് നമുക്ക് വി ഹാവ് ടു എൻഷുർ ദാറ്റ് ദർ ഈസ് സീറോ കാഷ്വാലിറ്റി. ഒരു ടീമിൽ ഒരാൾക്ക് കാഷ്വാലിറ്റി ഉണ്ടായാൽ കൂടെ ഇവിടെ നമുക്ക് എക്സിറ്റ് പോയിന്റ് ഇല്ല. സോ നമ്മൾ എൻ്റയർ ടീം വിൽ ബി ബാക്ക് ടു ദ ബേസ് ക്യാമ്പ്. ഒരാൾക്കായിട്ടൊരു എക്സിറ്റ് ഇല്ല ഈ ട്രെക്കിങ്ങിൽ. കാരണം നമുക്ക് ഒറ്റ വഴി പോയി വേറെ വഴിക്കാണ് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ. സോ എൻ്റയർ ടീമിനെ ആയിരിക്കും ബാക്ക് ചെയ്യുന്നത്. സോ അവർ 100% സേഫ് ആണെന്ന് തോന്നുന്ന സ്ഥലത്തേ കയറാവുള്ളൂ. നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിനോട് പറഞ്ഞിട്ടേ കയറാവുള്ളൂ. ഞാൻ പറഞ്ഞില്ല, സിംഗിൾ ഒരു ആംഗിൾ ബെൻഡ് മതി നമുക്ക് എൻ്റയർ ട്രെക്ക് ഇതാകാൻ വേണ്ടി. മേക്ക് ഷുവർ ദാറ്റ് കോർഡിനേറ്റേഴ്സിൻ്റെ കൂടുതലാണ്. ബി സീരിയസ് അബൌട്ട് ദാറ്റ്. ഇതിപ്പോൾ ഈ കാട്ടിലുള്ള എല്ലാ പക്മാർക്കോ എല്ലാ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എല്ലാ പ്ലാന്റ്സോ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാനോ പറ്റണമെന്നില്ല, കാണണമെന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടു, നിങ്ങൾക്ക് എന്താണെന്ന് അറിയണമെന്നൊരു കൺഫ്യൂഷൻ തോന്നി അല്ലെങ്കിൽ എന്താണ് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കാണിച്ചു തന്നു കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് അടുത്ത തവണയെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വന്നിട്ട് ഒരാളോട് പറയാൻ പറ്റത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റും. മേ ബി നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു മൃഗത്തിൻ്റെ കാഷ്ടം കാണുന്നത്. അപ്പോഴാണ് ഇങ്ങനൊരു മൃഗം ഇവിടെ വന്ന് തുടങ്ങി എന്നുള്ളത് അറിയുന്നത്. അണ്ണൻ എന്നോട് കരവേലണ്ണം പറഞ്ഞു അടുത്ത നാളായിട്ട് ഇവിടെ മറ്റേ ബാർക്കിംഗ് പോലെ തന്നെ മാനിനെ കാണാൻ തുടങ്ങിയെന്ന്, പുള്ളിമാനെ കണ്ടു തുടങ്ങിയെന്ന്. അപ്പം നമുക്ക് അതെനിക്കൊരു പുതിയ അറിവായിരുന്നു ഇവിടെ പുള്ളിമാൻ വന്നു തുടങ്ങി എന്നുള്ളത്. അപ്പം നമ്മൾ അതിനുള്ള എന്താണ് എവിഡൻസ് കിട്ടുന്നതെന്നായിരിക്കും പിന്നെ ചിന്തിക്കുന്നത്. അപ്പം ഞങ്ങൾ പക്മാർക്ക് നോക്കി വരുമ്പോഴാണ് കേഴയുടെ ആണോ പുള്ളിമാൻ്റെ ആണോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ മാനാന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു ഇല്ല ഇത് കേവയാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മേളി വന്ന് നോക്കുമ്പോൾ കറക്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞു സാറേ സോറി ഇത് കേവ തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. നമുക്കൊരു സെക്കൻഡറി എവിഡൻസ് ആയിട്ടാണ് അന്നേരം നിതിൻ കേഴയുടെ മറ്റേ വെരി ഫ്രഷ് ആയിട്ടുള്ള അതുപോലെ ഇതേ ഐഡന്റിഫിക്കേഷൻ പ്രശ്നങ്ങൾ വരും. എനിക്കും ഇതുണ്ടാകാറുണ്ട്. കുറച്ച് മുമ്പ് നിയോഗ് വേറൊരു ഇത് കണ്ടിട്ട് മറ്റേ ഇതിൻ്റെ ഒരു കാഷ്ടമാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അത് പക്ഷേ കായായിരുന്നു. ഇതൊക്കെ എനിക്കും സംഭവിക്കാം. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് കൂടുതൽ മാറി മാറി വരും. എൻ്റെ പേര് കനകവേലാണ്. ഞാൻ ഈ ഷോല റേഞ്ചിൽ തന്നെ ഒരു 29 കൊല്ലമായിട്ട് ഇങ്ങനെ കാട്ടിനുള്ളിൽ വാച്ചർ പണിയായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. കുറേ നല്ല ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. CTCയിൽ ചെന്നൈ ട്രക്കിംഗ് ക്ലബ്ബിൽ പീറ്റർ വേനൊക്കെ ആദ്യമായിട്ട് എസ്കേപ്പ് റോഡിൽ ഞാനാണ് കൊണ്ടുവന്നത്. പിന്നെ നസീർ പോലെയുള്ള ആൾക്കാരൊക്കെ നസീർ പോലെയുള്ള ആൾക്കാരൊക്കെ ബന്ദർ സ്ഥലമൊക്കെ ഞാൻ വിസിറ്റ് ചെയ്തത് ആദ്യമായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ ഞാൻ റെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ഇവിടുത്തെ പളനി വേലുണ്ട്
പള്ളിവേലണ്ണനും കനകവേലണ്ണനും ഞാനും ജോമോനും കൂടെ ആയിരുന്നു റെക്ക് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് ഓരോ പുതിയ ടെററിലേക്ക് പുതിയ വഴികളിലൂടെ കയറി എല്ലാ കാര്യത്തിലും ഇവരെ ഞങ്ങൾ മാക്സിമം ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതെന്നാണ് ഇതെന്നാണ് ഇതെന്നാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഓരോ ലാൻഡ് മാർക്കുകൾക്കാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇതിന് പേരില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ഞങ്ങളോട് തിരിച്ചറിയിപ്പോൾ അപ്പോൾ അത് പറഞ്ഞു ഇവിടെയും റെക്കോർഡിങ്ങിൽ ഇതിനൊരു പേരില്ല, നാളെ ഒരു ഹിസ്റ്ററിയുടെ പാർട്ടാണ്ടതാണ്. ഞാനൊരു 2 പേര് സജഷൻസ് ഞാൻ നിയോഗിന് കൊടുക്കാം. നിയോഗ പറഞ്ഞ ഓപ്ഷൻ എനിക്ക് തോന്നുന്നു, എനിക്കൊരു ഓപ്ഷൻ തോന്നുന്നത് ഇവിടെ ഫേണാണ് എനിക്ക് ഈ കാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഫേൺ ഫാൾസ് എന്നുള്ളൊരു പേര്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ജുറാസിക് ഫേൺ ഫാൾസ്, അങ്ങനെ ഒരു പേര്. നമുക്ക് ഈ ടെറൈനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതും കൂടെ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി, ഒരു പേര് കേൾക്കുമ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. ഈ 2 പേരാണ് എൻ്റെ മനസ്സിൽ വന്ന്. ആദ്യമൊക്കെ ഇനി അഞ്ചുനാട് വാട്ടർഫാൾ അല്ലെങ്കിൽ അഞ്ചുനാട് ഫാൾസ്, അഞ്ചുനാട് ഫേൺ ഫാൾസ് ഒക്കെ തോന്നിയത്. പക്ഷേ എനിക്ക് ലാസ്റ്റ്ലി ഞാൻ എത്തിയിരിക്കുന്ന കൺക്ലൂഷൻ ഈ 2 പേരാണ്, ഫേൺ ഫാൾസ് അല്ലെങ്കിൽ ജുറാസിക് ഫേൺ ഫാൾസ്. അതിന് ഇതൊരു റൈറ്റ് ചോയ്സസ് ആയിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ തുറന്ന് ചൂസ് ചെയ്യാം. ജുറാസിക് ഫേൺ ഫാൾസ്, ജുറാസിക് ഫേൺ ഫാൾസ്. അങ്ങനെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും അവസാനമായിട്ട് ഔദ്യോഗികമായിട്ട് പേരില്ലാത്ത ഈ വെള്ളച്ചാട്ടത്തിനൊരു പേരിട്ടിരിക്കുകയാണ്. നമ്മുടെ എഡീഷൻ 2 ട്രെക്കിന് വന്ന നമ്മുടെ എല്ലാ ടീമുകളുടെയും നമ്മുടെ ഒരു പ്രിവിലേജ് ആയിരുന്നു നമുക്ക് ഈ പേരിടാൻ പറ്റി. അടുത്ത തവണ വരുമ്പോൾ ജുറാസിക് ഫേൺ ഫാൾസ് എന്നാണ് നമ്മളിത് കാണിക്കുള്ളൂ. ഇതായിരിക്കും ഇതിന്റെ ഒരു ലാൻഡ് മാർക്ക് ആയിരിക്കും. നമ്മുടെ ബോർഡുകളിലൊക്കെ ഇനി പേര് കാണും. ശരിക്കും നിങ്ങളെല്ലാം ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. ഇത് സിംഗിൾ ഫേസ് കിട്ടും. ഇതിന്റെ സിംഗിൾ ഫേസ് സാധനം വരും, അതിനാണ് വാല്യൂ ഉള്ളത്. ആക്ച്വലി ദർ ഈസ് നോ ഡബിൾ ഹെഡ് ആൻഡ് ഓൾ. See, it just goes front and back. Yes. മഷ്റൂം സ്പോട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിന്നേ ഉള്ളൂ. മരക്കൂൺ വിഭാഗത്തിലുള്ളതാണ് ഇത്. 100% പോയിസണസ് സാധനമാണ്. അടിവശം ഒട്ടും സോഫ്റ്റ് അല്ല. എഡിബിൾ ആയിട്ടുള്ള കൂണുകളുടെ മറ്റേ സ്കിന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഇത് മറ്റേ പോയിസണസ് ആയിട്ടുള്ള കൂണാണ്. കാട്ടിൽ കഴിക്കാവുന്ന കൂണുണ്ട്. എനിക്ക് തോന്നുന്നു മേളിൽ എഡിബിൾ ആയിട്ടുള്ള കൂണുള്ള കുറച്ച് പാർട്ടുണ്ട് നമ്മൾ കാണിക്കാം. പരമാവധി പ്യൂർ വെള്ളയാണ്, 2 വശമുള്ള അടിയിലും മേളിലും വെള്ളയായിരിക്കും. ഈ മുള്ളു പേരില്ലേ, അതിനെക്കുറിച്ച് എനിക്ക് അത്ര കാര്യമായിട്ട് അറിയില്ല. സോ ഇത് നമുക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് എല്ലാ പ്ലാന്റ്സും എല്ലാ കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യണമെന്നോ നമ്മളത് നോട്ടീസ് ചെയ്യണമെന്നോ ഇല്ല. ഈ കാട്ടിൽ കയറിയപ്പോൾ നമ്മളാരും അതിനെക്കുറിച്ച് അറിയണമെന്ന് അറിയിച്ചില്ല. പക്ഷേ ഇപ്പം പോലായിരിക്കും നമുക്കത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണം. ഞാൻ ഗ്രൂപ്പിൽ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാം. അതിങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. ഇത് ഭയങ്കര ലെങ്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് നേരത്തിന് ശേഷമല്ല നമുക്ക് സൺലൈറ്റ് കാണാൻ പറ്റുന്നത്. ട്രക്കിംഗ് തുടങ്ങുന്നതേ ഉള്ളൂ. ആസ് വി സേ, മൈൽസ് ടു ഗോ.